പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ജെഡിസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 25 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില വാർത്തകളാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർ ഹോട്ടൽ ഉള്ള സംസ്ഥാനം ഏതാണ്? ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ഏഷ്യൻ റാങ്ക് പ്രകാരം ഇന്ത്യയിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്? മിസിൽസ് അഞ്ചാം പനി, മിസിൽസ് റൂബല്ല ഇല്ലാതാക്കാനുള്ള ദേശീയ ക്യാമ്പയിൻ ആരംഭിച്ച തീയതി ഏതാണ്? കൊനേരു ഹംപ് ഏത് ഗ്രാൻഡ് പ്രിയിൽ ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വിജയിച്ചിട്ടുള്ളത്? ഇത്തരത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ദ സ്റ്റേറ്റ് ഹാസ് ദി ഹയസ്റ്റ് നമ്പർ ഓഫ് സ്റ്റാർ ഹോട്ടൽസ് ഇൻ ദി കൺട്രി. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്റ്റാർ ഹോട്ടൽ ഉള്ളത് സംസ്ഥാനത്താണ്. ഇത് ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ റിപ്പോർട്ട് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. രാജ്യത്തെ ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഉള്ള സംസ്ഥാനം ഏതാണ്? കേരളം. രാജ്യത്തെ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടൽ ഉള്ള സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് കേരളമാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ മഹാരാഷ്ട്ര രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നുള്ളൂ. ഇന്ന് ഇന്ത്യയിൽ തന്നെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടൽസ്, അതുപോലെ തന്നെ 4 സ്റ്റാർ ഹോട്ടൽസ്, ഇവയെല്ലാം ഉള്ള ഒരു സംസ്ഥാനം എന്ന് പറയുമ്പോൾ അത് കേരളമാണ്. രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും, മൂന്നാം സ്ഥാനത്ത് ഗുജറാത്ത്, ഗോവ, കർണാടക എന്നിങ്ങനെ പോകുന്നു. 2023 രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിദേശ വിനോദസഞ്ചാരികൾ എത്തിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. 33.87 ലക്ഷം. അതായത് ഏറ്റവും കൂടുതൽ ഫോറിൻ ടൂറിസ്റ്റ് 2023 എത്തിയിട്ടുള്ളത് മഹാരാഷ്ട്രയിലാണ്. രണ്ടാം സ്ഥാനത്ത് ഗുജറാത്ത് ആണ് 28.06 ലക്ഷം. മൂന്നാം സ്ഥാനത്ത് ഡൽഹി 18.28 ലക്ഷം. എന്നാൽ 5 സ്റ്റാർ ഹോട്ടൽസിലെ ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളമാണ്. 94 5 സ്റ്റാർ ഹോട്ടൽസ് ആണ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. മഹാരാഷ്ട്രയാണെങ്കിൽ 86 5 സ്റ്റാർ ഹോട്ടൽസ്, ഗുജറാത്ത് 76 എന്നിങ്ങനെ പോകുന്നു. 4 സ്റ്റാർ ഹോട്ടലിലും കേരളം തന്നെയാണ്. 420 4 സ്റ്റാർ ഹോട്ടൽസും 607 3 സ്റ്റാർ ഹോട്ടൽസും ആണുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ ഹോട്ടൽസ് ഉള്ള ഒരു സംസ്ഥാനം എന്ന് പറയുമ്പോൾ അത് കേരളമാണ്. 2023 കേരളത്തിൽ എത്ര വിദേശ വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു? 6.49 ലക്ഷം. 6.49 ലക്ഷം കേരളത്തിൻ്റെ കണക്കാണ് 2023. എന്നാൽ അതേ വർഷം തന്നെ മഹാരാഷ്ട്രയാണെങ്കിൽ 33.87 ലക്ഷമാണ്. ആ ഒരു വ്യത്യാസമാണുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ ഫോറിൻ ടൂറിസ്റ്റ് വരുന്ന സംസ്ഥാനം എന്ന് പറയുമ്പോൾ അത് മഹാരാഷ്ട്രയാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് IISc ബെസ്റ്റ് ഇൻ ഇന്ത്യ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ഏഷ്യ റാങ്കിംഗ് 2025. ഇന്ത്യയിലെ ഏറ്റവും മികച്ചത് IISc ടൈം ഹയർ എഡ്യൂക്കേഷൻ ഏഷ്യൻ റാങ്കിംഗ് 2025. ഇത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏഷ്യൻ മേഖലയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ. IISc എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ആണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പിൽ വരുന്ന മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ഒരു കണക്കെടുത്തിട്ടുള്ളത് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ആണ്. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ഇത് ബ്രിട്ടീഷ് മാഗസിൻ ആണ്. ഈ മാഗസിൻ്റെ കണക്കനുസരിച്ചാണ് ഇന്ന് ഏറ്റവും ടോപ്പ് ലെവലിലെ ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ഇത് പ്രധാനമായിട്ടും പറയുമ്പോൾ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വാർത്തകളെയും പ്രശ്നങ്ങളെയും കുറിച്ച് പ്രത്യേകമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്രിട്ടീഷ് മാസികയാണ്. ഈ മാസിക പ്രകാരമാണ് ഈ ഒരു കണക്ക് വന്നിട്ടുള്ളത്. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ പ്രകാരം ഏഷ്യൻ മേഖലയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ റാങ്ക് എന്താണ്? 38ാം റാങ്ക്. 38th റാങ്ക് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിനെ. അതായത് ഇന്ന് ലോകത്ത് ഇന്ന് ഏഷ്യ പറയുമ്പോൾ തന്നെ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 38ാമത്തെ റാങ്ക് ആണ് ഇന്ത്യയുടെ. 2025 ഏപ്രിൽ ഇറക്കിയിട്ടുള്ള ഒരു കണക്ക് പ്രകാരമാണ് ഈ ഒരു റിപ്പോർട്ട്. ഇതനുസരിച്ച് ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എന്നിവയെല്ലാമാണ് 2024 ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്വകാര്യ സർവകലാശാല ഏതാണ്? ഷൂലിനി യൂണിവേഴ്സിറ്റി. ഹിമാചൽ പ്രദേശിലെ ഒരു യൂണിവേഴ്സിറ്റി ആണ് ഷൂലിനി യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റി ആണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പിൽ വരുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് നാഷണൽ ക്യാമ്പയിൻ ലോഞ്ച് ടു എലിമിനേറ്റ് മെസിൽസ് റുബെല്ല ബൈ 2026. 2026 മെസിൽസ് റുബെല്ല ഇല്ലാതാക്കുന്നതിനുള്ള ദേശീയ ക്യാമ്പയിൻ ആരംഭിച്ചു. ഇതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം.
എല്ലാ വർഷവും രോഗപ്രതിരോധ വാരാഘോഷം ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? ഏപ്രിൽ 24 മുതൽ 30 വരെ. എല്ലാ വർഷവും വേൾഡ് ഇമ്മ്യൂണൈസേഷൻ വീക്ക് ആയിട്ടാണ് ആചരിക്കുന്നത്. അത് ഡേ ആയിട്ടല്ല, വേൾഡ് ഇമ്മ്യൂണൈസേഷൻ വീക്ക്, ലോക രോഗപ്രതിരോധ വാരാഘോഷം. ഇത് എല്ലാ വർഷവും ഏപ്രിൽ 24 മുതൽ 30 വരെയാണ്. 2025 ലോക പ്രതിരോധ വാരത്തിൻ്റെ ആദ്യ ദിവസം ഇന്ത്യയിൽ ഏത് ക്യാമ്പയിൻ ആരംഭിച്ചു? ദേശീയ സീറോ മിസിൽസ് റുബെല്ല എലിമിനേഷൻ ക്യാമ്പയിൻ. ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ്, അതായത് ഏപ്രിൽ 24 തീയതി ആരംഭിച്ച ഒരു ക്യാമ്പയിൻ ആണ് നാഷണൽ സീറോ മിസിൽസ് റുബെല്ല എലിമിനേഷൻ ക്യാമ്പയിൻ. മിസിൽസ് നമുക്കറിയാം എന്താണെന്ന്, 5-ാം പനി. അതുപോലെ തന്നെ അതുമായി സാമ്യമുള്ള മറ്റൊരു രോഗമാണ് റുബെല്ല എന്ന് പറയുന്ന രോഗം. 2 അസുഖങ്ങളും വരുന്നത് വൈറസ് വഴിയാണ്. ഇതൊരു പകർച്ചവ്യാധി അസുഖമാണ്. മിസിൽസ് അതായത് 5-ാം പനിയാണ് ഈ 2 രോഗങ്ങളിലെ ഏറ്റവും കുറച്ചുകൂടി കാഠിന്യമുള്ള രോഗം. എന്നാൽ റുബെല്ലയും അതുപോലെ തന്നെ കൂടുതലായിട്ട് അത് ബാധിക്കുന്നത് ഗർഭിണികളെയാണ്. അവർക്കത് ബാധിച്ചാൽ വരുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചില വൈകല്യങ്ങൾ, അതാണ് റുബെല്ല വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം. മിസിൽസ് ആൻഡ് റുബെല്ല പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യുക, അതായത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്ന ക്യാമ്പയിൻ ആണ് 2025 വേൾഡ് ഇമ്മ്യൂണൈസേഷൻ വീക്ക് ആയിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്യാമ്പയിൻ. 2025 ഏപ്രിൽ 24 ദേശീയ സീറോ മിസിൽസ് റുബെല്ല എലിമിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ച കേന്ദ്രമന്ത്രി ആരാണ്? ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നഡ്ഡ. ഇപ്പോഴത്തെ കേന്ദ്ര ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മിനിസ്റ്റർ ആണ് JP നഡ്ഡ. അദ്ദേഹമാണ് ഏപ്രിൽ 24 ആ ദിവസം മിസിൽസുമായി ബന്ധപ്പെട്ട്, റുബെല്ലയുമായി ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നാഷണൽ സീറോ മിസിൽസ് റുബെല്ല എലിമിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത്. സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. കൊനേറു ഹംപി വിൻസ് പൂനെ ഫിഡെ വുമൻസ് ഗ്രാൻഡ് പ്രീ. കൊനേറു ഹംപി പൂനെ ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീയിൽ വിജയിച്ചു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 പൂന ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീ നേടിയത് ആരാണ്? കൊനേറു ഹംപി. ഇന്ത്യയിലെ പ്രൊഫഷണൽ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള കൊനേറു ഹംപിയാണ് 2025 പൂനെ ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീയിൽ വിജയിച്ചിട്ടുള്ളത്. 2025 ഏപ്രിൽ 23 നടന്ന ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീയുടെ അവസാന റൗണ്ടിൽ കൊനേറു ഹംപി ആരെയാണ് പരാജയപ്പെടുത്തിയത്? ചൈനയുടെ ജൂ സിനർ ആയിട്ടുള്ള മത്സരത്തിലാണ് കൊനേറു ഹംപി അവസാന റൗണ്ടിൽ വിജയിച്ചിട്ടുള്ളത്. പൂനെ ഫിഡെ വുമൻസ് ഗ്രാൻഡ് പ്രീ നേടിയിട്ടുള്ളത് കൊനേറു ഹംപി. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ് ആണ് ഡിഫൻസ് ആയി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യൻ എയർഫോഴ്സ് ഇസ് ക്യാരിയിങ് ഔട്ട് എക്സസൈസ് ആക്രമൺ. ഇന്ത്യൻ വ്യോമസേന അഭ്യാസം ആക്രമൺ നടത്തുന്നു. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഏപ്രിൽ 24 ഇന്ത്യയുടെ മധ്യമേഖലയിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ പ്രധാന അഭ്യാസത്തിൻ്റെ പേരെന്താണ്? ആക്രമൺ അഭ്യാസം. അതായത് ഇപ്പോൾ നമുക്കറിയാം പഹൽഗാം അവിടെ നടന്നിട്ടുള്ള ആ ഒരു സാധാരണക്കാരായിട്ടുള്ള ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്നിട്ടുള്ള ആ ഒരു ആക്രമണം, അതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഡിഫൻസ് ഇപ്പോൾ കൂടുതലായിട്ട് അലേർട്ട് ആയിരിക്കുകയാണ്. ബോർഡറിലും അതുപോലെ തന്നെ മിക്കവാറും എല്ലാ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റും, പ്രത്യേകിച്ച് കാശ്മീർ ഏരിയ തന്നെ ഏറ്റവും കൂടുതലായിട്ടൊന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് ഡിഫൻസ് കൂടുതൽ അലേർട്ട് ആയിരിക്കുകയാണ്, ജാഗ്രതരായിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സസൈസ് ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ആക്രമൺ എന്ന് പറയുന്ന ഒരു എക്സസൈസ് ഇത് നടന്നിട്ടുള്ളത് സെൻട്രൽ ഏരിയയിലാണ്. അതായത് അലഹാബാദ് റീജിയൻ എന്നൊക്കെ പറയുമ്പോൾ സെൻട്രൽ ഏരിയയാണ്. ഇവിടെ നടന്നിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ആക്രമൺ. നടന്നിട്ടുള്ളത് ഏപ്രിൽ 24 ഇന്ത്യൻ വ്യോമസേനയുടെ ഏത് വിമാനമാണ് ആക്രമൺ എന്ന പ്രധാന അഭ്യാസം നടത്തിയത്? റഫേൽസ് Su-30S ഫൈറ്റർ ജെറ്റ്സ്. ഇന്ത്യയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള 2 പോർ വിമാനങ്ങളാണ്, 2 ഫൈറ്റർ ജെറ്റ്സ് ആണ്. റഫേൽ എന്ന് പറയുന്ന വിമാനവും അതുപോലെ തന്നെ Su-30S എന്ന് പറയുന്ന വിമാനം. റഫേൽ ഇത് ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത് ഫ്രാൻസ് ആണെങ്കിൽ Su-30S എന്ന് പറയുന്ന വിമാനം ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത് റഷ്യയാണ്. ഇന്ത്യയുടെ തന്നെ തനതായിട്ടുള്ള ഒരു പോർ വിമാനമാണ് തേജാസ്. 2024 ഇന്ത്യൻ വ്യോമസേനയുടെ ഏത് അഭ്യാസമാണ് 2024 ആദ്യത്തേതും വലുതുമായ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം നടത്തിയത്? തരംഗ് ശക്തി 2024. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ എക്സസൈസ് ആണ് ഈ കഴിഞ്ഞ വർഷം ആരംഭിച്ചിട്ടുള്ള എക്സസൈസ് തരംഗ് ശക്തി. ഇന്ത്യൻ എയർഫോഴ്സ് ആണ് അത് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒപ്പം നേവി, ആർമി സപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റ് പല രാജ്യങ്ങളും പങ്കെടുത്തിട്ടുള്ള ഒരു എക്സസൈസ് ആയിരുന്നു തരംഗ് ശക്തി 2024.
നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേഴ്സ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.